Hello, welcome to a beautiful episode of Manha's Paradise. അങ്ങനെ ഓണം ഇങ്ങ് എത്താറായി. ഓണം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് പുതിയ ഡ്രസ്സും ഓണസദ്യയാണല്ലോ കയറി വരാറ്. അപ്പം ഞാൻ കരുതി കുറച്ച് ഓണത്തിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാമെന്ന്. സദ്യയിലെ മെയിൻ വിഭവമായിട്ടുള്ള അവിയലിൽ നിന്ന് തന്നെ നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സെറ്റാക്കി എടുക്കാം. കഷ്ണങ്ങളായിട്ട് ഞാൻ ക്യാരറ്റ്, ബീൻസ്, ചേന, കൊത്തമര, കുറച്ച് ഉരുളക്കിഴങ്ങ്, കുക്കുംബർ അല്ലെങ്കിൽ വെള്ളരിക്ക എടുത്താലും മതി, പിന്നെ നേന്ത്രക്കായ, പച്ച നേന്ത്രക്കായ, പിന്നെ പടവലം, പിന്നെ മുരിങ്ങക്കായ. ബീട്രൂട്ട് അല്ലാത്ത ഏത് കഷ്ണവും നിങ്ങൾക്ക് അവിയലിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കഷ്ണങ്ങളെല്ലാം നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്തെടുക്കാം. അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് കുറച്ച് ചുവന്നുള്ളി വേണം, ഒരു 2-3 പച്ചമുളക്, കറിവേപ്പില, തേങ്ങ, പിന്നെ കുറച്ച് നല്ല ജീരകം കൂടെ. എൻ്റെ കയ്യിൽ ജീരകം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജീരകത്തിൻ്റെ പൊടിയാണ് എടുത്തേക്കുന്നത്. നിങ്ങളെപ്പോഴും പൊടിക്കാത്ത ജീരകം തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വെളിച്ചെണ്ണ, പുളിക്ക് വേണ്ടിയിട്ട് തൈര്, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. സോ കുക്ക് ചെയ്യാനുള്ള പാത്രം വെച്ചിട്ട് അതിലോട്ട് ഈ കഷ്ണങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ ചെറിയ സ്പൂണിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് മുളക് പൊടിയുടെ ആവശ്യമൊന്നും അവിയലിനില്ല. പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ എടുത്ത് വട്ടത്തിലൊന്ന് ചുറ്റിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഒരു പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അവിയലിന് ഒരുപാട് വെള്ളം ആവശ്യമില്ല, അതുകൊണ്ട് ആദ്യം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേവിക്കാം. ഇതിൽ കുറച്ച് കാഷ്യൂ നട്ട്സും കൂടെ ആഡ് ചെയ്യണമായിരുന്നു, അത് ഞാൻ മറന്നുപോയി. സോ ഞാനിപ്പോൾ അത് ഓപ്പൺ ചെയ്ത കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം, കാരണം വെള്ളം കുറവായതുകൊണ്ട് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കഷ്ണങ്ങളൊന്നും വെന്തിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരുപാട് ആവരുത്. ഇത് കുക്കായി വരാൻ കുറച്ച് സമയം എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് എടുത്തു വെച്ച് തേങ്ങയൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിലോട്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആഡ് ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കും ക്രഷ് ചെയ്തത്, ഒരുപാട് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഈ പച്ചമണം മാറുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, കാരണം ഇതിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് അടി പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ തേങ്ങയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ തേങ്ങയൊക്കെ കഷ്ണത്തിൻ്റെ മുകളിൽ നല്ലപോലെ പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കേട് ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല പുളി ഉള്ളതാണെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പുളിയൊക്കെ ഒന്ന് നോക്കിയാൽ മതി. നല്ലപോലെ പുളി വേണമെന്നില്ല. ഞാനിവിടെ തീരെ പുളിയില്ലാത്ത യോഗട്ടാണ് ആഡ് ചെയ്യണത്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അധികം ആഡ് ചെയ്തിട്ടുണ്ട്. പുളിയൊക്കെ ഈ കഷ്ണത്തിൽ പിടിക്കാനായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു 1-2 മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്തിട്ട് പച്ച വെളിച്ചെണ്ണ ചുറ്റിച്ച് കൊടുക്കാം. പിന്നെ ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് അടച്ച് വെക്കാം. അത്രയേ ഉള്ളൂ, അവിയൽ സെറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരണത്. സത്യം പറഞ്ഞാൽ അവിയൽ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഈ കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്തെടുക്കുന്ന പാടും ഈ തേങ്ങ ഒന്ന് ചതച്ചെടുക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. ബാക്കി വരുന്നത് കുക്കിംഗ് ടൈമാണ്. പിന്നെ ചില സ്ഥലങ്ങളിൽ പുളിക്ക് വേണ്ടിയിട്ട് തൈരിന് പകരം മാങ്ങ ആഡ് ചെയ്യാറുണ്ട്. ഞാനിത് തൃശ്ശൂർ സ്റ്റൈലിൽ എൻ്റെ വീട്ടിലൊക്കെ വെക്കുന്ന പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.
ഹസ്ബൻഡിൻ്റെ വീട്ടിൽ മാങ്ങയാണ് ആഡ് ചെയ്യാറ്, അതുപോലെ അവർ ചക്കക്കുരുവും കൂടെ ആഡ് ചെയ്യാറുണ്ട്. ഈ കാഷ്യൂ നട്ട്സ് ഞാൻ അവിടെ കണ്ടിട്ട് ആഡ് ചെയ്തതാണ്. അതിട്ടിപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ തോന്നി, അതുകൊണ്ട് ആഡ് ചെയ്തേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ ഒരു സ്റ്റൈലിൽ തന്നെ. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. മാങ്ങ ഇടാത്തവർ മാങ്ങ ഇട്ടിട്ടും തൈര് ഒഴിക്കാത്തവർ തൈര് ഒഴിച്ചിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏത് രീതിയിൽ ഉണ്ടാക്കിയാലും ടേസ്റ്റി ആയിരിക്കും. ഞാൻ രണ്ടും ട്രൈ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.